എനിക്ക് അജുവിൻ്റെ ഫോൺ എടുത്ത് നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നോക്കിയത് കൊണ്ടാണല്ലോ ഞാനത് മനസ്സിലാക്കിയത്. എൻ്റെ പല ഫോട്ടോസുകളും എഡിറ്റ് ചെയ്ത് ക്രോപ്പ് ചെയ്തുമൊക്കെ വെച്ചിരിക്കുന്നു. ഓണത്തിനവൻ മകളുമായി വന്നപ്പോൾ എടുത്ത കുടുംബ ഫോട്ടോ കണ്ടപ്പോൾ എൻ്റെ തല കറങ്ങുന്നത് പോലെയായി. എന്നെ ഏകദേശം മോശമായ രീതിയിലാണ് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവൻ അങ്ങനെയാണോ എന്നെ കാണുന്നത്? എനിക്ക് അവനോട് എന്തോ വെറുപ്പും ദേഷ്യമൊക്കെ തോന്നി. എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരുത്തനെയാണല്ലോ കിട്ടിയത്. ഇനി എന്ത് ചെയ്യണം? രാജേട്ടനോട് പറഞ്ഞാലോ? വേണ്ട, ഇതറിഞ്ഞാൽ തകർന്നു പോവും പാവം. അല്ലെങ്കിൽ 100 നാവാണ് അജീഷിനെ പറ്റി. മോളോട് പറഞ്ഞാലോ? വേണ്ട, അവൾ ഇതറിഞ്ഞാൽ ഒരു പക്ഷേ ഇത് ഞാൻ തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യാം. ഞാൻ പത്മ രാജേന്ദ്രൻ, കോട്ടയത്താണ് താമസം. ഭർത്താവ് രാജേന്ദ്രൻ ടൗണിലൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു. എൻ്റെ ഏക സന്താനം പൗർണമി എന്ന വാവ. അവളുടെ ഭർത്താവ്, അതായത് എൻ്റെ മരുമകൻ അജീഷാണ് നേരത്തെ പറഞ്ഞ ആ കഥാപാത്രം. പൗർണമിയുടെ ഡിഗ്രി കഴിഞ്ഞ് ഉടനെ തന്നെയായിരുന്നു തൊടുപുഴ നിവാസിയായ അജീഷ് രാഘവനുമായുള്ള വിവാഹം. അന്ന് അവൾക്ക് 20ഉം അവൻ 27 വയസ്സുമായിരുന്നു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. അജീഷിന് കോട്ടയത്ത് തന്നെ മെഡിക്കൽ സ്റ്റോറുണ്ട്. അവൻ്റെ അച്ഛനായി തുടങ്ങി വെച്ചതാ. പിന്നീട് അവൻ ഏറ്റെടുത്ത് നല്ല രീതിയിൽ നടത്തി പോന്നു. കല്യാണം കഴിഞ്ഞ ശേഷം അവർ അജീഷിൻ്റെ കോട്ടയത്തുള്ള ഫ്ലാറ്റിലായിരുന്നു താമസം. നല്ല സ്വഭാവവും നല്ല ജോലിയും പിന്നെ കാണാനും വലിയ തിരക്കേടില്ലാത്തത് കൊണ്ട് തന്നെ ഈ ആലോചന വന്നപാടെ രാജേട്ടൻ ഉറപ്പിച്ചു. എനിക്കും മോൾക്കും ഇഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, മോളെ വിട്ട് പിരിയാൻ ഞങ്ങൾക്കാവില്ലായിരുന്നു. ഇതാവുമ്പോൾ വീടിനടുത്ത് തന്നെ ഏകദേശം 8 കിലോമീറ്റർ കഴിഞ്ഞാൽ അവരുടെ ഫ്ലാറ്റായി. എപ്പോൾ വേണേലും പോവാൻ വരാം. ഈ കഴിഞ്ഞ 2 വർഷങ്ങളിൽ അവർ നല്ല സ്നേഹത്തിൽ തന്നെയായിരുന്നു. ഇപ്പോഴും അതെ. അവർ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. പക്ഷേ അവർ അവളെ ചതിക്കുകയാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഈ കഴിഞ്ഞ 2 ആഴ്ച വരെ ഒരു സംശയങ്ങളും ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ആ കല്യാണത്തിന് പോവാതിരുന്നെങ്കിൽ അവൻ ഏതോ പെണ്ണുമായി കറങ്ങി നടക്കുന്നത് ഞാൻ കാണാൻ ഇടവരില്ലായിരുന്നു. ഞങ്ങളുടെ അയൽവാസിയുടെ കല്യാണത്തിന് പുതുപ്പള്ളിയിൽ പോയപ്പോഴാണ് ഞാൻ ബസ്സിൽ വെച്ച് അവൻ്റെ കാറിനുള്ളിൽ വേറെ ഏതോ പെണ്ണുമായി കൊഞ്ചിക്കൊഴിഞ്ഞത് ഞാൻ കണ്ടത്. അതിനുശേഷം ഞാൻ അവനെ വീട്ടിൽ വരുമ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഏതു നേരവും അവൻ ഫോണിലാണ്. കഴിഞ്ഞ ദിവസം വീട്ടിൽ അത്താഴം കഴിക്കാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവനറിയാതെ അവൻ്റെ ഫോൺ ലോക്ക് മനസ്സിലാക്കി. കൂടുതൽ നേരം ഫോണിൽ കളിക്കുന്നത് കാണുമ്പോഴേ എനിക്കതെടുത്ത് പരിശോധിക്കണമെന്ന് തോന്നി. രാവിലെ വാവ അടുക്കളയിലും അവൻ കുളിക്കാനും പോയ തക്കം നോക്കി ഞാൻ അവൻ്റെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ച സ്ഥലത്ത് നിന്നെടുത്തു. തുറന്നപ്പോഴാണ് ഞാൻ വാട്സപ്പിൽ ഈ വക തോന്നിവാസങ്ങൾ കണ്ടത്. എത്രയോ പെണ്ണുങ്ങളുണ്ട് ചാറ്റ് ലിസ്റ്റിൽ. എല്ലാം തുറന്നു നോക്കിയില്ല. 2-3 പേരുടെ ലിസ്റ്റ് നോക്കിയപ്പോൾ തന്നെ കാര്യം പിടികിട്ടി. എൻ്റെ മകളുടെ ഭർത്താവ് ഒരു പക്ക പെണ്ണുപിടിയൻ തന്നെ. പെട്ടെന്ന് തന്നെ ഗാലറി ഓപ്പൺ ചെയ്തപ്പോൾ ഒരു സീക്രട്ട് ഫോൾഡറിൽ എൻ്റെയും പിന്നെ പല പെണ്ണുങ്ങളുടെയും രഹസ്യ ഫോട്ടോകളും വീഡിയോകളും കണ്ടത്. ഞാൻ ഫോൺ ലോക്ക് ചെയ്തു സോഫയിൽ വന്നിരുന്നു. നോർമൽ ആവാൻ കുറച്ച് സമയമെടുത്തു. വാവയുടെ വിളി കേട്ടാണ് ഞാൻ ഉണർന്നത്. അമ്മേ, എത്ര നേരമായി വിളിക്കുന്നു? ആ, ഞാൻ വരുന്നു വാവേ. എത്ര നേരമായി വിളിക്കുന്നു? ഏത് ലോകത്താണ്? അവൾ എന്നോട് ചോദിച്ചു. ഞാൻ അവളുടെ വിളി കേട്ട് അടുക്കളയിൽ പോയി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. അജീഷ് കുളിച്ചു വന്ന് ഡ്രസ്സൊക്കെ മാറി പോവാനുള്ള തിരക്കിലായിരുന്നു. രാജേട്ടൻ നേരത്തെ പോയി. അമ്മേ, ഫുഡായോ? അജീഷിൻ്റെ വിളി. എന്നെ അമ്മ എന്ന് വിളിച്ചപ്പോൾ എനിക്കവനെ കൊല്ലാനുള്ള ദേഷ്യമാണ് തോന്നിയത്. പക്ഷേ വാവയുള്ളത് കൊണ്ട് ഞാൻ നോർമലായി പെരുമാറിയത്. ഭക്ഷണം കഴിക്കുമ്പോൾ വാവയാണ് മിണ്ടിയത്. അജുവേട്ട, ഞാൻ 2 ദിവസം കഴിഞ്ഞ് വന്നാൽ മതിയോ? ആയിക്കോട്ടെ, അജീഷ് മറുപടി കൊടുത്തു. ഞാനൊന്നും പറഞ്ഞില്ല. ഭക്ഷണം കഴിച്ച് അജീഷ് പോയപ്പോഴാണ് എനിക്കെന്തോ വീർപ്പുമുട്ടലിൽ നിന്നും ആശ്വാസം കിട്ടിയതുപോലെ തോന്നിയത്. എങ്ങനെയൊക്കെയോ രാത്രിയായി. ഞാൻ കുറേ തിരഞ്ഞും മറിഞ്ഞും കിടന്നു. ഉറക്കം വന്നില്ല. രാജേട്ടൻ ക്ഷീണം കാരണം ഉറങ്ങി. പിന്നെ BP ഷുഗറൊക്കെ ഉള്ളത് കൊണ്ട് മരുന്ന് കഴിച്ചതും കിടക്കും. നല്ല ഡോസ് ഉള്ളത് കൊണ്ട് എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എണീപ്പിച്ചാലോ എന്ന് വരെ എനിക്ക് തോന്നി. ആരോടും പറയാതെ ഉള്ളിലൊതുക്കാൻ വളരെ പ്രയാസം തോന്നി. എന്താ ഇപ്പോൾ ചെയ്യുക? എൻ്റെ ഭാവിയുടെ ഭാവി, അവളുടെ ജീവിതം. എന്തായാലും നേരം വെളുക്കട്ടെ, ഞാൻ തീരുമാനിച്ചു. രാവിലെ നേരത്തെ എഴുന്നേറ്റ് പണികളൊക്കെ ചെയ്ത് രാജുവേട്ടൻ പോയി കഴിഞ്ഞ് കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞ് വന്ന് ഡ്രസ്സ് മാറുമ്പോൾ വാവ ചോദിച്ചു, അമ്മ എങ്ങോട്ടാ? ഞാനൊന്ന് ടൗണ് വരെ. എന്തേ? ബാങ്കിലേക്കൊന്ന് പോകണം. പിന്നെ അല്ലാതെ ചില ഷോപ്പിങ്ങും ഉണ്ട്. അവളുടെ മുഖത്ത് നോക്കാതെയാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ ഉച്ചയാകുമ്പോഴേക്കും വരാം. അവിടെ നിന്നിറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ അജീഷിനെ വിളിച്ചത്. ആദ്യം വിളിച്ചു എടുത്തില്ല. വീണ്ടും വിളിച്ചു. ഹലോ, എന്താ അമ്മേ? ഹാ അജു, നീ എവിടെയാ? അല്പം ഗൗരവത്തോടെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കുളിക്കുമായിരുന്നു. ദാ ഷോപ്പിലേക്ക് പോവാൻ നിൽക്കുക. എന്തേ? എനിക്ക് നിന്നെ ഒന്ന് കാണണം. കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ അമ്മേ, എന്ത് പറ്റി? അത് ഞാൻ നേരിട്ട് വന്ന് പറയാം.
എൻ്റെ സ്വരം കേട്ട് അവൻ്റെ കാര്യം ഗൗരവമുള്ളതാണെന്ന് മനസ്സിലായി കാണണം. ബസ് കാത്തു നിൽക്കാൻ ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാനൊരു ഓട്ടോ വിളിച്ച് നേരെ അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി. എന്ത് ധൈര്യത്തിലാണ് ഞാൻ ഒറ്റയ്ക്ക് ഈ ആഭാസൻ്റെ കൂടെ എന്ന ചിന്ത എന്നെ അലറ്റാതിരുന്നില്ല. ഞാൻ എത്തുമ്പോൾ അവൻ ഫ്ലാറ്റിൻ്റെ വാതിക്കൽ തന്നെ ഉണ്ടായിരുന്നു. ജോലിക്ക് പോകാനായി ഒരുങ്ങി നിൽക്കുകയായിരുന്നു. എന്നെ കണ്ടതും അവൻ വന്ന് ഉള്ളിലേക്ക് സ്വീകരിച്ചു. വാതിൽ കുറ്റിയിട്ട് എന്നോട് ചോദിച്ചു, എന്താ അമ്മേ, എന്ത് പറ്റി? നീ എന്നെ അമ്മയെന്ന് വിളിക്കരുത്. പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് എൻ്റെ ശബ്ദം പൊങ്ങി. അവനത് കേട്ട് എന്തെന്നില്ലാതെ നെട്ടി. അമ്മ എന്താ പറയണേ? ഞാൻ എന്ത് ചെയ്തെന്നാ? നിനക്കറിയില്ലേ, നീ എൻ്റെ മോളെ ചതിക്കുവാണല്ലേ. കണ്ട പെണ്ണുങ്ങളുടെ കൂടെ കറങ്ങി നടക്കുമല്ലേ നിൻ്റെ ജോലി. അതുകൂടാതെ സ്വന്തം മോനെ പോലെ കണ്ട് എന്നെ നീ ഇത്ര വൃത്തികെട്ടവനായിരുന്നു നീ. എൻ്റെ ദേഷ്യത്തിൻ്റെ കാര്യം അവന് മനസ്സിലായി. ആദ്യമുണ്ടായിരുന്ന നെറ്റിലൊന്നും ഇപ്പോൾ അവനില്ല. അവൻ വളരെ രാഘവത്തോടെ വന്ന് എന്നോട് ഇരിക്കാൻ പറഞ്ഞു. അമ്മ ഇരിക്ക്. അമ്മ എന്താ കണ്ടത്? ഞാൻ കണ്ടു നിന്നെ കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ കൂടെ കാറിലും പിന്നെ നിൻ്റെ ഫോണിലും. ഈശ്വര, ഇങ്ങനെ ഒരുത്തനെയാണല്ലോ എൻ്റെ മകൾക്ക് കിട്ടിയത്. എനിക്ക് കരച്ചിൽ നിർത്താനായില്ല. അവൻ്റെ കള്ളി പൊളിഞ്ഞ ഭാവമൊന്നും അവൻ്റെ മുഖത്ത് കാണാനില്ല. അപ്പോൾ എല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഞാൻ ഒന്നും മറയ്ക്കുന്നില്ല. ശരിയാ, എനിക്ക് പല പെണ്ണുങ്ങളുമായി ചുറ്റിക്കളിയുണ്ട്. കല്യാണത്തിന് മുമ്പുണ്ടായിരുന്നു, കല്യാണശേഷം വേണ്ട എന്ന് വെച്ചതാ. കാരണം നല്ലൊരു പെണ്ണിനെയാണല്ലോ എനിക്ക് കിട്ടിയതെന്ന് ഓർത്ത്. പക്ഷേ അവിടെ എൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. എനിക്ക് വേണ്ടത് അവൾക്ക് നൽകാനാവുന്നില്ല. ആദ്യം അമ്മ പോയി മോളോട് ചോദിക്ക്, അപ്പോൾ അറിയാം ഞാൻ എന്തിനാ വേറെ പെണ്ണുങ്ങളുടെ കൂടെ പോകുന്നതെന്ന്. എന്നും രാത്രിയായാൽ അവൾക്ക് വയ്യ. ആഴ്ചയിൽ ഒരു വട്ടം, അത് ഞാൻ അത്രയും ബലം പിടിച്ചാൽ മാത്രം വഴങ്ങിത്തരുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക? എനിക്കവളെ ഇഷ്ടമല്ല എന്നർത്ഥമില്ല. അവളെ എനിക്കിഷ്ടമാണ്. വളരെ കെയറിങ് ആണ്. എന്നോട് നല്ല സ്നേഹമൊക്കെയുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും വേണ്ടത് അവൾക്ക് തരാൻ കഴിയുന്നില്ല. ആദ്യം അമ്മ പോയി അവളോട് ചോദിക്ക്. ഇപ്പോൾ എനിക്ക് പോവാൻ ഇത്തിരി ധൃതിയുണ്ട്, ഞാൻ വിളിക്കാം, അവൻ എന്നോട് പറഞ്ഞു. ഞാൻ എൻ്റെ കണ്ണ് തുടച്ചു. അവിടെ അവൻ പറഞ്ഞ് ആലോചിച്ചു. അവിടെ നിന്നിറങ്ങി. എന്തോ ഒരു വിഷാദം പോലെ ഞാൻ വീടെത്തി. വാതിൽ തുറന്ന വാവ എന്നെ കണ്ട് ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്ത് പറ്റി? പെട്ടെന്ന് കഴിഞ്ഞോ? ആ, ഞാനൊന്നും പറഞ്ഞില്ല. എവിടെ ഷോപ്പിങ്ങിന് പോയിട്ട് ഒന്നും കാണാനില്ലല്ലോ. അത് എനിക്കൊരു തലവേദന. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങ് പോന്നു. അതാണോ അമ്മയ്ക്ക് രാവിലെ മുതൽ ഒരു പന്തികേട്? വാവേ, ഞാനൊന്ന് കിടക്കട്ടെ. പിന്നെ അജു വിളിച്ചായിരുന്നോ? ഇല്ല. എന്താ അമ്മേ? ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചതാ. നീ നാളെ പോകുന്നുണ്ടോ? ഇല്ല. എന്താ പോണോ? ഈ അമ്മയ്ക്ക് എന്ത് പറ്റി? അവൾ എന്നോട് ചോദിച്ചു. ഞാൻ മുറിയിൽ കയറി ഡ്രസ്സ് മാറാതെ തന്നെ കിടന്നു. മനസ്സിൽ മുഴുവൻ അവൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. വൈകുന്നേരം 4 മണി ചായ കുടിക്കാൻ ഞാൻ സാധാരണ രീതിയിൽ വിഷയം അവതരിപ്പിച്ചു. ഞാൻ അവളുടെ അടുത്ത് ചെന്നിരുന്നു. വാവേ, എന്താ ഒരു മൂഡ് ഓഫ്? അമ്മയോട് പറ. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായി എനിക്ക് തോന്നുന്നില്ല. അതോ ഇനി എന്തെങ്കിലും ഉണ്ടോ? അവൾ ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി. പിന്നെന്താ, നിങ്ങളുടെ ദാമ്പത്യം എങ്ങനെയാ? എനിക്കല്പം ചമ്മൽ തോന്നിയെങ്കിലും ഞാൻ ചോദിച്ചു. അജുവിന് ഒരു കുഴപ്പവുമില്ലെന്ന് എനിക്കറിയാമെങ്കിലും ഞാൻ അവന് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അതല്ല അമ്മേ. പിന്നെ പറ പെണ്ണെ, മനുഷ്യനെ തീ തെറ്റിപ്പിക്കാതെ. അജുവേട്ടനല്ല, എനിക്കാണ് പ്രശ്നം. എന്താ? നിനക്കെന്താ? അത് ഞാൻ അമ്മയോട് എങ്ങനെയാ പറയാ? പറവാവേ, നിനക്ക് വേറെ ആരോടോ പറയാൻ പറ്റുക? അതമ്മേ, ഞങ്ങളുടെ ലൈഫ് അത്ര സ്മൂത്തല്ല. ഞാൻ ആകെ വിഷമത്തിലായി. അജു പറഞ്ഞത് നേരാണല്ലോ. അതെനിക്ക് നല്ല വേദനയാണ് ചെയ്യുമ്പോൾ. മോളെ, അതൊക്കെ സാധാരണയല്ലേ. 2 കൊല്ലമായിട്ട് വേദന എന്ന് പറയാൻ നിനക്ക് നാണമില്ലേ? അമ്മേ, അങ്ങനെയല്ല. സ്വന്തം അമ്മയായിപ്പോയി. നീ പറവാവേ. അതമ്മേ, അജുവേട്ടൻ്റെ അത് പറ. എനിക്ക് ആകാംക്ഷയായി. അവൾ പതിയെ എന്നോട് പറഞ്ഞു. അജുവേട്ടൻ്റെ അത് വളരെ വലുതാണ്. വലുതെന്ന് പറഞ്ഞാൽ? ഞാൻ അറിയാനായി ചോദിച്ചു. വലുതെന്ന് പറഞ്ഞ വലുത്, എനിക്ക് ഉൾക്കൊള്ളാവുന്നതിലും വലുത്. പിന്നെ അജുവേട്ടൻ ഒരുമാതിരി ആക്രാന്തമാണ്. എന്നെ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. പക്ഷേ വേദന കാരണം ഒഴിപ്പിക്കാൻ നിൽക്കാറില്ല. ഞാൻ ഒഴിഞ്ഞു മാറും. സത്യം പറഞ്ഞാൽ അജുവേട്ടൻ പാവമാണ്. എനിക്ക് വേണ്ടി ആൾ എന്നെ പരമാവധി ചെയ്തു തരും. അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. ഒന്ന്, അവൾക്കിതിനെപ്പറ്റി നല്ല അറിവൊന്നുമില്ല എന്നും ഈ ചമ്മൽ കാരണം അവളുടെ കൂട്ടുകാരികളുടെ അടുത്ത് പോലും ചോദിക്കാറുണ്ടാവില്ല എന്നും. ഇതിപ്പോൾ എന്താ ചെയ്യുക? മോളെ, ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ്. കിടപ്പറയിൽ ഒരു നാണം ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ എത്ര ക്ലോസ് ആണോ അതാണ് നിങ്ങളുടെ ദാമ്പത്യ വിജയം. അവൻ്റെ ഇഷ്ടങ്ങളനുസരിച്ച് നീ നിന്നു കൊടുക്കേണ്ടിയേക്ക് വരും. പറയാൻ എളുപ്പമാണമ്മേ. അമ്മയ്ക്ക് ഈ ഗതി വന്നാലേ അറിയൂ. എനിക്ക് ഈ ഗതി വരില്ല.
വരാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. നിന്റെ അച്ഛനെ ആയ കാലത്തൊക്കെ ഞാൻ സന്തോഷിപ്പിച്ച് ജീവിച്ചു പോകുന്നത്. നിനക്ക് കഴിവില്ലാത്തത് കൊണ്ട് അവൻ വേറെ വല്ലവരുടെ അടുത്ത് പോയാലോ? നാളെ നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ വിള്ളൽ വരാൻ അത് പോരെ. അജുവേട്ടൻ അങ്ങനെ ചെയ്യില്ല അമ്മേ. ആളൊരു പാവമാ, എന്നെ ജീവനാ. പാവം. എനിക്കല്ലേ അറിയൂ അവൻ്റെ തനി ഗുണം. ഞാൻ മനസ്സിൽ പിറുപിറുത്തു. പക്ഷേ മോളെ, അവൻ വേണ്ടത് നിനക്ക് നൽകാൻ പറ്റിയില്ലെങ്കിൽ ഈ സ്നേഹമൊക്കെ ഒരു നാൾ കുറയും. പോരാത്തതിന് അവൻ്റെ വീട്ടുകാർ നിന്നെ കൈയൊഴിയും. അവൾ ആകെ സങ്കടത്തിലായി. അമ്മേ, ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ഉള്ളിൽ കയറി. അവൾ പെട്ടെന്ന് നിർത്തി. പറ മോളെ, എന്തായാലും പറ. അതമ്മേ, അജുവേട്ടൻ്റെ ഉള്ളിൽ കയറിയാൽ നല്ല വേദനയാണ്. പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ ആളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചെയ്യുന്നതിനിടയിൽ ആൾ ആകെ മാറിപ്പോവും. എന്നെ മോശം വാക്കുകളൊക്കെ വിളിക്കും. വലുതെന്ന് പറഞ്ഞാൽ എത്രയാണ് വാവേ? അത് ഒരു 8 ഇഞ്ച് നീളമെങ്കിലും ഉണ്ട്. പിന്നെ നല്ല വണ്ണവും. അത് കേട്ടപ്പോൾ എൻ്റെ കാലിൽ നിന്നും തരിപ്പ് പോലെ അനുഭവപ്പെട്ടു. 8 ഇഞ്ചോ? അതെ അമ്മേ. പിന്നെ ഭയങ്കര ശക്തിയും. എനിക്ക് പറ്റണില്ല അമ്മേ. പിന്നെ ആളുടെ സാധനമൊക്കെ വായിലെടുക്കണം, പിന്നിൽ ചെയ്യണം എന്നൊക്കെ വാശി പറയും. എനിക്കൊന്നും പറ്റണില്ല അമ്മേ. അജു ഒരു വേന്ദ്രനാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ മോൾക്ക് അവനെ ലെവലാക്കാൻ പറ്റില്ല. വെറുതെ അല്ല അവൻ വേറെ പെണ്ണുങ്ങളുടെ അടുത്ത് പോകുന്നത്. കരച്ചിലുള്ളമെത്തിയ അവളോട് ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല. അമ്മേ, ഇതൊന്നും വേറെ ആരും അറിയരുത്, അച്ഛൻ പോലും. ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. എങ്ങനെയൊക്കെയോ രാത്രിയായി. മനസ്സിലാകെ അവൾ പറഞ്ഞ കാര്യങ്ങളാണ്. രാജേട്ടൻ നേരത്തെ ഉറക്കമായി. ഞാൻ റൂമിൽ വരുമ്പോൾ വാവ അജുവുമായി ഫോണിലായിരുന്നു. തിരിഞ്ഞു കിടന്നുറങ്ങുന്ന രാജുവേട്ടൻ അറിയുന്നു ആളുടെ മരുമോൻ ഒരു പെണ്ണുപിടിയനാണെന്നും സ്വന്തം അമ്മായിയമ്മയെ വേറെ രീതിയിലാണ് കാണുന്നതെന്നൊക്കെ. എങ്ങനെ കണ്ണടച്ചാലും അവൻ്റെ ഫോണിൽ കണ്ട ഫോട്ടോസാണ്. പിന്നെ പല പെണ്ണുങ്ങളുടെ വേറെയും. വാവ പറഞ്ഞ ആ 8 ഇഞ്ച് എൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല. 43 വയസ്സായ എൻ്റെ ശരീരം ആകെ വിയർക്കുന്നു. പിന്നെ എൻ്റെ വാവയുടെ പ്രശ്നങ്ങളും. പെട്ടെന്ന് എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. എടുത്തു നോക്കിയപ്പോൾ അജുവാണ്. എന്തായി അവിടെ? അച്ഛൻ ഉറങ്ങിയോ? ആ, ഉറങ്ങി. അവളോട് ചോദിച്ചില്ലേ? ആ, ചോദിച്ചു. എന്നിട്ട് എന്തു പറഞ്ഞു അവൾ? അവളെല്ലാം പറഞ്ഞു. ഇനി പറ, ഞാൻ വേറെ പെണ്ണുങ്ങളുടെ അടുത്ത് പോകുന്നത് മനസ്സിലായോ? അജു, അത് എൻ്റെ മകളുടെ ഭാഗത്ത് തന്നെയാണ് കുറവ് എന്ന് വെച്ച് അവളെ എങ്ങനെ ചതിക്കാൻ പാടുണ്ടോ? ശരി, ഞാൻ ചതിക്കുന്നില്ല. ഞാൻ അവളെ ഉപേക്ഷിച്ചോളാം. എൻ്റെ മനസ്സൊന്ന് കുലുങ്ങി. അയ്യോ മോനെ, അങ്ങനെ പറയല്ലേ. പിന്നെ എങ്ങനെ പറയണം അമ്മേ? അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഞാൻ അവനോട് പറഞ്ഞു. അതൊന്നും ശരിയാവില്ല. ഞാൻ കുറേ നോക്കിയതാണ്. അവസാനം മടുത്തിട്ടാ ഞാൻ. അജു, എൻ്റെ മോളുടെ ഭാവി നിൻ്റെ കയ്യിലാണ്. പ്ലീസ്. അതൊക്കെ ശരിയാണ്, പക്ഷേ ഇതിനൊരു പരിഹാരം വേണ്ടേ? അജു, നീ എനിക്ക് കുറച്ച് സമയം താ. അമ്മ വിചാരിച്ചാൽ ഇതിനൊരു കുറവ് വരുത്താം. ഞാൻ എന്ത് ചെയ്യാനാ അജു? അമ്മയ്ക്കറിയാം, വെറുതെ അറിയാത്ത പോലെ നടിക്കുകയാണ്. എൻ്റെ ഫോണിൽ അമ്മയുടെ ഫോട്ടോസ് കണ്ടതല്ലേ, എന്നിട്ട് മനസ്സിലായില്ലേ? എനിക്ക് അമ്മയെ ഒന്ന് വഴങ്ങിത്തന്നാൽ ഞാൻ വേറെ പെണ്ണുങ്ങളുടെ അടുത്തൊന്നും പോവില്ല. നീ എന്താ ഇങ്ങനെ? എന്നെ അങ്ങനെയാണോ നീ കണ്ടിട്ടുള്ളത്? നീ എന്ത് ധൈര്യത്തിലാണ് ഇതെന്നോട് ചോദിച്ചത്? അമ്മ വേറെ ആരോടും പറയില്ല എന്ന ധൈര്യത്തിൽ തന്നെ ഞാൻ ചോദിച്ചത്. പാവം രോഗിയായ അച്ഛൻ, പിന്നെ നിങ്ങളുടെ മകളുടെ ഭാവി, പിന്നെ മൂന്നാമതൊരാൾ അറിഞ്ഞാലുള്ള നാണക്കേട്. ഇനി അറിയിക്കാനാണെങ്കിൽ ഈ നേരം വരെ നിങ്ങൾ കാത്തിരിക്കുമോ? അജു, പ്ലീസ്, ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കില്ലേ. നീ എനിക്ക് മകനാണ്. സ്വന്തം അമ്മയായി കാണേണ്ടതല്ലേ എന്നെ? സ്വന്തം അമ്മയെ വരെ ഊക്കുന്ന കാലമാണ്, എന്നിട്ടാണോ അമ്മായിയമ്മ? അജു, പ്ലീസ് നിർത്തൂ. എനിക്ക് കേൾക്കേണ്ട ഒന്നും വേണ്ട. പക്ഷേ ഞാൻ വേറെ പെണ്ണുങ്ങളെ തേടി പോകുന്നത് ചോദ്യം ചെയ്യാൻ വരരുത്. ഞാൻ ആകെ തളർന്ന മട്ടിലായി. അവൻ രണ്ടും കൽപ്പിച്ചാണ്. അവന് വാവയെ കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ടല്ലേ അവൻ പോയത്. ഹലോ അമ്മേ, പോയോ? ഇല്ല, ഞാൻ ആദ്യമേ സ്ത്രീ വിഷയത്തിൽ വീക്ക്നെസ് ഉള്ള ആളാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാം നിർത്താം, നല്ലൊരു ജീവിതമൊക്കെ നയിക്കാം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ പൗർണമിയുടെ ഈ പെരുമാറ്റമാണ് എന്നെ വീണ്ടും പഴയ രീതിയിലേക്ക് മാറ്റിയത്. പിന്നെ അതിനിടയിൽ എപ്പോഴോ അമ്മയെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവളെക്കാളും ആകർഷത അമ്മയ്ക്കുണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ അവളെ ഒഴിച്ച് എല്ലാവരെയും ഓർത്ത് ഞാൻ എൻ്റെ കാര്യം സാധിച്ചു. പക്ഷേ അതിലും ഇപ്പോൾ നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ ആകെ വിയർത്തു തുടങ്ങി. AC ഓൺ ചെയ്തു. അജു, അതൊക്കെ സാധാരണമാണ്. പക്ഷേ നമ്മുടെ സമൂഹം ബന്ധങ്ങളുമൊക്കെ നോക്കണ്ടേ? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ റേഞ്ച് പെട്ടെന്ന് കട്ടായി. റേഞ്ച് പോയപ്പോൾ ഞാൻ ഫോൺ തലക്ക് മീതെ വെച്ച് അങ്ങനെ തന്നെ കിടന്നു. അജു എന്തൊക്കെയായി പറയുന്നതെന്ന് ആലോചിച്ച് ഞാൻ മനസ്സിൽ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി.
അവൻ്റെ ധൈര്യമോർത്ത് ഞാൻ ആശങ്കപ്പെട്ടു. ഇങ്ങനെ പോയാൽ അവൻ എന്നെ എന്തെങ്കിലും ചെയ്യും. അവനറിയാം ഞാനിത് ആരോടും പറയില്ല എന്ന്. രാജേട്ടൻ്റെ ആരോഗ്യസ്ഥിതിയും വാവയുടെ ഭാവിയും എന്തൊക്കെ പറഞ്ഞാലും വാവയ്ക്ക് അവനെ പറ്റി നല്ല അഭിപ്രായമാണ്. കുറച്ചു നേരമായി ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ വീണ്ടും ഫോൺ എടുത്ത് നോക്കി. അപ്പോഴേക്കും റേഞ്ച് വന്നിരുന്നു. അവൻ്റെ 1-2 മെസ്സേജും പിന്നെ ഒരു വീഡിയോയും ലോഡ് ആവുന്നതേ ഉള്ളൂ. വീഡിയോ പ്ലേ ആയതും ഞാൻ ഞെട്ടി. ഒരു ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ എൻ്റെ ഫോട്ടോ സൂം ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൻ്റെ മുമ്പിൽ കൊടിമരം പോലെ നിൽക്കുന്ന ഒരു സാധനവും ഫോണിൽ റെക്കോർഡ് ചെയ്ത് അയച്ചിരിക്കുന്നു. അതിൻ്റെ നീളവും വണ്ണവും കണ്ടതിൽ നിന്നും പിന്നെ വാവ പറഞ്ഞതിൽ നിന്നും അത് അജുവിൻ്റേതാണെന്ന് മനസ്സിലായി. ഇത് ശരിക്കും വലുത് തന്നെ. അജു ഇത്രയ്ക്ക് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ എന്തോ എനിക്കത് നോക്കാൻ കഴിഞ്ഞില്ല. ദേഷ്യം കൊണ്ട് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നു. സമയമേറെയായിട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല. എത്രയായിട്ടും മനസ്സിൽ ആ വീഡിയോ തന്നെയാണ്. എൻ്റെ ശരീരം ആകെ ചൂട് പിടിച്ചതുപോലെയായി. വേണ്ട എന്ന് മനസ്സിൽ പറഞ്ഞെങ്കിലും ഞാൻ ഫോൺ എടുത്ത് ഓൺ ചെയ്തു. ഓൺ ആവുന്നതിനിടയിൽ ഞാൻ രാജേട്ടനെ ഒന്ന് നോക്കി. നല്ല ഉറക്കമാണ്. മരുന്നിൻ്റെ ഫലം. രാജേട്ടന് വയ്യാത്തതിനാൽ ഞങ്ങളിപ്പോൾ നല്ല രീതിയിൽ കാര്യപരിപാടികളൊന്നുമില്ല. അവസാനം എന്നായിരുന്നു എന്ന ഓർമ്മ കൂടിയില്ല. പക്ഷേ ഇന്നെന്തോ മനസ്സിൽ അജുവിൻ്റെ കരിവീരൻ അതും എൻ്റെ ഫോട്ടോയും കൂടി കണ്ടപ്പോൾ എനിക്കെവിടേക്കോ ഒരു കുളിർമ തോന്നി. ഫോൺ ഓണാക്കിയതും വാട്സപ്പ് എടുത്ത് അവൻ്റെ മെസ്സേജ് എടുത്ത് ആ വീഡിയോ അവൻ ഡിലീറ്റ് ആക്കിയിരിക്കുന്നു. എനിക്ക് ചെറിയൊരു നിരാശ തോന്നി. അതുമാത്രമല്ല, അവൻ്റെ മെസ്സേജുകളൊക്കെ അവൻ ഡിലീറ്റ് ആക്കിയിരിക്കുന്നു. ഫോൺ വെക്കാൻ പോയതും അവൻ്റെ മെസ്സേജ് വന്നു. ഹലോ അമ്മേ, അമ്മ ഉറങ്ങിയില്ലേ? ഞാൻ മറുപടി കൊടുക്കണോ എന്ന് ആലോചിച്ചു. ഇവൻ ഉറങ്ങിക്കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. വീണ്ടും അവൻ്റെ മെസ്സേജ്. ഹലോ അമ്മേ. പറ അജു, നീ ഉറങ്ങിയില്ലേ? ഇല്ല. എന്താ, അമ്മ ഉറങ്ങിയില്ലേ? ഇല്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങളല്ലേ നടക്കുന്നത്. നീ എന്തിനാ അങ്ങനത്തെ വീഡിയോ അയച്ചത്? നീ എന്ത് വിചാരിച്ചാ അയച്ചത്? എന്നെക്കൊണ്ട് അഴപ്പിച്ചതല്ലേ? അജു, നീ എന്ത് ഉദ്ദേശിച്ചിട്ടാ? എനിക്ക് നിങ്ങളെ ഒന്ന് കളിച്ചാൽ കൊള്ളാം, അത് തന്നെ ഉദ്ദേശം. എൻ്റെ മനസ്സൊന്ന് പിഴഞ്ഞു. അവൻ എൻ്റെ മകളുടെ ഭർത്താവാണെന്നും അവന് 29 വയസ്സേ ഉള്ളുവെന്നും ഞാൻ മറന്നു പോകുന്നു. എൻ്റെ തുടക്കുള്ളിൽ എന്തോ ഇളകി മറിയാൻ തുടങ്ങി. എന്നാലും ഞാൻ അങ്ങനെ വഴങ്ങാതിരിക്കാൻ ശ്രമം നടത്തി. അജു, ഞാനൊരു ഭാര്യയാണ്. നീ എൻ്റെ മകളുടെ ഭർത്താവാണ്. അത് ഓർമ്മ വേണം. അതൊക്കെ ഓർമ്മയുണ്ട്. പക്ഷേ നിങ്ങളൊരു സ്ത്രീയാണ്. നിങ്ങൾക്കും വികാരങ്ങളുണ്ട്. നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളെ എന്തായാലും സാധിക്കുന്നില്ല. എൻ്റെ ഭാര്യയ്ക്ക് എന്നെയും. അതുകൊണ്ട് നമുക്കൊന്ന് പരസ്പരം. സോറി അജു, എന്നെ നീ അങ്ങനെ കാണരുത് പ്ലീസ്. പെട്ടെന്നാണ് അവൻ നേരത്തെ അയച്ച ആ വീഡിയോ വീണ്ടും അയച്ചത്. അത് കണ്ടതും എൻ്റെ സമനില ആകെ തെറ്റുന്ന പോലെയായി. ഞാൻ എൻ്റെ താമരയിൽ ഒന്ന് തടകി. അടുത്ത് കിടക്കുന്ന രാജുവേട്ടനെ പോലും ഞാൻ മറക്കാൻ തുടങ്ങിയിരുന്നു. അമ്മേ, അജു വീണ്ടും മെസ്സേജ് അയച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. എങ്ങനെയുണ്ട് വീഡിയോ? അജു പ്ലീസ്, ഇങ്ങനെയൊന്നും ചോദിക്കല്ലേ. അമ്മയെ ഓർത്താണ് ഞാൻ നേരത്തെ ആ വീഡിയോ ചെയ്തത്. അജു പ്ലീസ്, അങ്ങനെ ചെയ്യല്ലേ. ഞാൻ അവൻ പറയുമ്പോൾ എന്തൊക്കെയോ മാറ്റം എനിക്ക് വരുന്നതായി എനിക്ക് തോന്നിയിരുന്നു. വീണ്ടും അവൻ ഉഷാറായി. അമ്മയ്ക്ക് കാണണോ? വേണ്ട അജു. പക്ഷേ എൻ്റെ അക്ഷരങ്ങൾ തെറ്റാൻ തുടങ്ങി. അവൻ അതിൽ നിന്നും കാര്യം മനസ്സിലായി. അമ്മ ടൈപ്പിംഗ് തെറ്റുന്നുണ്ടല്ലോ. ഓ, അപ്പോൾ പരിപാടി തുടങ്ങിയല്ലേ? അജു പോ, ഞാനൊന്നും ചെയ്യുന്നില്ല. പിന്നെന്താ ചെയ്യണേ? മതി അജു, നീ കിടക്കാൻ നോക്കിയേ. അടുത്ത് വന്നത് ഒരു ഫോട്ടോ ആയിരുന്നു. എന്തൊരു നീളം വണ്ണവും. വെറുതെയല്ല വാവ കരയുന്നത്. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ എന്തോ ഒന്നാണ് തോന്നിയത്. അജു വേണ്ട, ഞാൻ ചിലപ്പോൾ തെറ്റ് ചെയ്തു പോവും. പ്ലീസ്, നീ പോയി കിടന്നുറങ്ങ. അമ്മ സത്യം പറ, എന്താ ചെയ്യണേ ഇപ്പോൾ? ഞാൻ ഞാൻ എനിക്ക് കാര്യം മനസ്സിലായി. അജു വീണ്ടും എന്നോട്. എന്നിട്ട് എന്തായി? നനഞ്ഞോ ആകെ? കുറേ നനഞ്ഞോ? എത്ര നാളായി ഇങ്ങനെയൊക്കെ? ഓർമ്മയില്ല. എൻ്റെ സമനില ആകെ തെറ്റാൻ തുടങ്ങി. അടുത്ത് കിടക്കുന്ന രാജുവേട്ടനെ ഒന്നും ശ്രദ്ധിക്കുന്നത് പോലുമില്ല ഞാൻ. അടുത്ത മെസ്സേജ് അജുവിൻ്റെ. അമ്മേ, പറയടാ അജു. ഞാൻ വരട്ടെ അങ്ങോട്ട്? വന്നോ? വന്നിട്ട് നിനക്ക് വേണ്ടത് ചെയ്തോ? നീ എന്നെ ഇങ്ങനെ നീലയിൽ എത്തിച്ചപ്പോൾ സമാധാനമായില്ലേ? എനിക്കിന്ന് വേണം. ഓ, അപ്പോൾ ഞാനിന്ന് വന്നാൽ എല്ലാം സമ്മതിക്കുമോ? നിനക്ക് വേണ്ടത് എല്ലാം തരും. രാവിലെ നല്ല ദേഷ്യമായിരുന്നല്ലോ നിനക്ക്. ഇപ്പോൾ എന്താ? അത് പിന്നെ ഇത് കണ്ടാൽ ആർക്കായാലും ഒരാഗ്രഹം തോന്നിപ്പോകില്ലേ? അപ്പോൾ
ഇതിൻ്റെ ബാക്കി, അതായത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഉടൻ തന്നെ ഇടാട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക.